ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബോട്ടി ഫ്രൈ ആണ്. ഏത് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാം. ഇത് തയ്യാറാക്കുവാനായി ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോട്ടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ എടുത്ത ബോട്ടിയുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഇതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മി മസാലയും ഇറച്ചിയും തമ്മിൽ യോജിപ്പിക്കുക. അതിനുശേഷം ചെറുതീയിൽ 5-6 വിസിൽ വരുന്നത് വരെ നന്നായി വേവിക്കുക. നമുക്ക് ഇതിന് മസാല തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചെറുതായി ചൂടായതിനു ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് വഴന്നതിന് ശേഷം അതിലേക്ക് 2 വലിയ ഉള്ളി ചെറിയതായി മുറിച്ച് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്താൽ വലിയ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് ലഭിക്കുന്നതാണ്. അതിനുശേഷം തയ്യാറാക്കി വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. രണ്ടോ 3 മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ വഴന്ന് ലഭിക്കുന്നതാണ്. ഇതിനുശേഷം അരിഞ്ഞു വെച്ച 2 തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 മുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. രണ്ട് മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക. മൂടി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബീഫ് മസാല, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് ചെറുതീയിൽ വേവിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ചേർക്കുക. എന്നിട്ട് ബോട്ടിയും മസാലയും നന്നായി യോജിപ്പിച്ച് ഇതിനെ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിക്കുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ ബോട്ടി ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും മല്ലിയിലയും ചേർത്ത് വിളമ്പാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്.
താങ്ക് യു ഫോർ വാച്ചിങ്.